അങ്ങനെ നമ്മുടെ നെല്ല് മുളച്ചോ ഇല്ലയോ എന്ന് നോക്കുന്ന സമയമായിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ ആകെ ടെൻഷനിലിരിക്കുകയാണ്. ഒരു ടെൻഷനും ഇല്ലാതിരിക്കുകയാണ് നമ്മുടെ ജലജയും അതുപോലെ നമ്മുടെ അനിയും. കാരണം നമ്മുടെ ജലജ അതിൽ കൃത്രിമം കാണിച്ചതുകൊണ്ട് ജലജയുടെ വിശ്വാസം ആ നെല്ലൊന്നും മുളയ്ക്കില്ലെന്നാണ്. അത് കണ്ടതുകൊണ്ട് നമ്മുടെ അനിയും വിശ്വസിക്കുന്നത് നെല്ല് ഒരിക്കലും മുളയ്ക്കാൻ പോകുന്നില്ല എന്നൊക്കെയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. എല്ലാവരും ചുറ്റും ആ നെല്ല് മുളയ്ക്കാൻ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് എല്ലാവരുടെയും കണ്ണുകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നെല്ല് മുളച്ചോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ നയന ആ പാത്രം ഇങ്ങനെ വലിച്ച് തുറക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു അത്ഭുതം കാണുകയാണ്. ആ അത്ഭുത കാഴ്ചയിലേക്ക് നിങ്ങളെയും കൊണ്ടുപോകാം. അതിന് മുമ്പായിട്ടൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ജലജയും അഭിയെയും പിടിച്ചിട്ട് ഇങ്ങനെ ഇരുത്തിയിരിക്കുകയാണ്. പൂജ ചെയ്യുകയാണ്. പൂജയ്ക്ക് മുന്നിലായിട്ട് അഭിയെയും ജലജയും ഇരുത്തിയിരിക്കുകയാണ്. അതിനുശേഷം പൂജാരി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് അവിടെ ഇരുന്നിട്ട്. എന്നിട്ട് പൂജാരി പറയുകയാണ്, ഈ കലശക്കുടത്തിൽ ഇരിക്കുന്ന വെള്ളം അവരുടെ നെറുകയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറയുകയാണ്. അങ്ങനെ കുറച്ച് ജലം നമ്മുടെ അഭിയുടെ നെറുകയിൽ ഒഴിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജലജയുടെ നെറുകയിലേക്കും ജലം ഒഴിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും നനഞ്ഞ് കുതിർന്ന് ഇങ്ങനെ ഐസ് കട്ടകണക്ക് രണ്ടെണ്ണവും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ പൂജാരി പറയുകയാണ്, നമ്മുടെ കനകയോട് പറയുകയാണ്, അവിടെ നിലത്ത് വെച്ചിരിക്കുന്ന 3 തേങ്ങയിൽ ഒരു തേങ്ങ എടുത്തിട്ട് ഫസ്റ്റ് ജലജയുടെ ശിരസിൽ ഇങ്ങനെ ജലജയെ മൊത്തത്തിൽ ഇങ്ങനെ ഒഴിഞ്ഞെടുത്തതിന് ശേഷം കൊണ്ടുപോയി നടക്കലടിക്കൂ എന്നാണ് ഇങ്ങനെ പറയുന്നത്. പക്ഷേ ഇത് കേൾക്കുന്ന നമ്മുടെ കനകത്തിന് അബദ്ധം പറ്റിയത് എങ്ങനെയെന്ന് വെച്ചാൽ, കനകം വിചാരിക്കുകയാണ് തലയ്ക്ക് അടിക്കൂ എന്നുള്ളത്. നടക്കൽ എന്നുള്ളതിന് തലയ്ക്കൽ എന്നാണ് പുള്ളിക്കാരത്തി കേട്ടതൊന്നുമല്ല, മനഃപൂർവ്വം പണി കൊടുക്കുന്നതാണ്. ശരിക്കും മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്നത് കനകം അങ്ങനെയാണ് കേട്ടതെന്നാണ്. അങ്ങനെ ഒന്നുമല്ല, പുള്ളിക്കാരത്തി ശരിക്കും പണി കൊടുക്കുന്നത് തന്നെയാണ് നമ്മുടെ ജലജയ്ക്കിട്ട്. അങ്ങനെ പറയുകയാണ്, 3 പ്രാവശ്യം ഒഴിഞ്ഞിട്ട് നടക്കൽ കൊണ്ടുപോയി അടിക്കൂ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ കനക ഇങ്ങനെ 3 പ്രാവശ്യം ഒഴിയുകയാണ്. അതിനുശേഷം ഒരടി നമ്മുടെ ജലജയുടെ തലയിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ജലജ അയ്യോ എന്ന് പറഞ്ഞ് ഒരൊറ്റ വിളിയങ്ങ് വിളിക്കുകയാണ്. വേദന കൊണ്ട് നമ്മുടെ ജലജ ഇങ്ങനെ പൊളയുകയാണ്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ പൂജാരി ചോദിക്കുകയാണ്, നിങ്ങളിത് എന്ത് പണിയായി കാണിച്ചത്? നിങ്ങളോട് പറഞ്ഞത് നടക്കിലടിക്കാനല്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ അവരുടെ തലയ്ക്കൽ കൊണ്ടുവച്ച് അടിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ കനകം പറയണം, അയ്യോ ഞാൻ കേട്ടത് തലയ്ക്കലടിക്കാൻ പറഞ്ഞു എന്നാണ്. അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്, സോറി എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ പൂജാരി പറയുകയാണ്, എന്തായാലും നിങ്ങളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ചത് ദേവി തന്നെ ആയിരിക്കണം. നിങ്ങളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ചത് കാരണം ഇവരുടെ തലയിൽ ഒരുപാട് ദുഷിച്ച ചിന്താഗതികളൊക്കെ ഉള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നിയത് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ കനകം കയ്യിലിരുന്ന തലയ്ക്കടിച്ച തേങ്ങ ദേ ഇങ്ങനെ 2 പീസായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. പൂജാരി ഇതേ 2 തേങ്ങയും ഒരേപോലെ തന്നെ ദേ ഇങ്ങനെ ഉടഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ പൂജാരി പറയണ, നിങ്ങൾക്കൊപ്പം ദൈവമുണ്ട്, ഈശ്വരനാണ് ഇത് നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചത്, അതുകൊണ്ട് തന്നെയാണ് തേങ്ങ ഒരുപോലെ ഒരേ രീതിയിൽ ഉടഞ്ഞിരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ പൂജാരി. ഇത് കേൾക്കുമ്പോൾ കനകയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. കനക ഇങ്ങനെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ നവ്യ ഇങ്ങനെ കനകയുടെ കയ്യിൽ ഇങ്ങനെ ഒരു അടിയങ്ങ് കൊടുക്കുകയാണ്. അതായത് അവർ രണ്ടുപേരും സേമിച്ച് ഇങ്ങനെ അടിച്ച് ഭയങ്കര സന്തോഷമൊക്കെ കാണിക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ നിൽക്കുന്ന സമയത്തിന് നമ്മുടെ പൂജാരി പറയുകയാണ്, ഇനി അടുത്ത പൂജ നടത്തേണ്ടത് നമ്മുടെ അഭിക്കാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അഭി ഇങ്ങനെ ആലോചിക്കുകയാണ്, ഈശ്വര ഇനി എന്ത് പണിയാണോ ആവോ എനിക്ക് വരുന്നത് എന്നിങ്ങനെ ചിന്തിച്ചിട്ട് നമ്മുടെ അഭി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ജലജയാണെങ്കിലോ തലമണ്ടയിൽ ഇങ്ങനെ പൊത്തിപ്പിടിച്ച് അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് പണ്ടാറടങ്ങി വേദന കൊണ്ട് പൊളഞ്ഞിരിക്കുകയാണ് നമ്മുടെ ജലജ. അതിനുശേഷം പൂജാരി പറയുകയാണ്, ഇരിക്കുന്ന ബാക്കി 2 തേങ്ങയും കൂടി ശിരസിലൊഴിഞ്ഞ് തൊട്ടപ്പുറത്തുള്ള വിനായക ക്ഷേത്രത്തിൽ കൊണ്ടുപോയി നിലത്തടിക്കണം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ കനക നാളികേരം എടുക്കാൻ തുടങ്ങുന്ന സമയത്തിന് നമ്മുടെ ദേവയാനി ചെന്നിട്ട് പറയണം, വേണ്ട നീ അങ്ങോട്ട് മാറ്, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി നാളികേരം എടുത്ത് ഇങ്ങനെ ഒഴിഞ്ഞതിന് ശേഷം ആദർശിൻ്റെ കൈകളിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കുകയാണ്. അപ്പോൾ പൂജാരി പറയാണ്, ഇനി അടുത്തത് അഭിയുടെ ഊഴോണെന്ന് പറയുകയാണ്. അഭി ശരിക്കും കിളി പോയ അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി എന്താണോ പണി വരാൻ പോകുന്നതെന്നറിയാതെ. അപ്പോൾ നമ്മുടെ പൂജാരി നേരെ ഒരു ശൂലം എടുക്കുകയാണ്. ശൂലം എന്ന് പറഞ്ഞാൽ കുഞ്ഞു വേലാണ് കേട്ടോ, കുഞ്ഞു വേല്. അതെടുത്തിട്ട് പറയുകയാണ്, ഇത് പിന്നെ അഭിയുടെ നാവിൽ കുത്തി വയ്ക്കണം എന്ന് പറയുകയാണ്. അതിൻ്റെ മണ്ടയിൽ ഒരു കുഞ്ഞു നാരങ്ങയൊക്കെ വെച്ചിട്ട്. അപ്പോൾ അഭി പറയണം, അയ്യോ എന്താ ഈ പറയുന്നത്, എൻ്റെ നാവിൽ ശൂലം കുത്തണമെന്നോ? നടക്കില്ല, ഇതൊന്നും നടക്കില്ല, എനിക്കിതൊന്നും താങ്ങാൻ പറ്റില്ല എന്നിങ്ങനെ അഭി പറയുകയാണ്. അപ്പോൾ നമ്മുടെ പൂജാരി പറയണ,
മൂർത്തി സാറ് നിങ്ങളെപ്പറ്റി എല്ലാ കാര്യവും എന്നോട് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കള്ളം പറയുന്ന നാവാണ് നിങ്ങളുടേത്. ഈ നാവ് കൊണ്ട് തന്നെയല്ലേ സ്വന്തം കുഞ്ഞ് നിങ്ങളുടേതല്ലെന്ന് നിങ്ങൾ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ആ പാപം നിങ്ങളിൽ നിന്നും പോകണം. എന്നാൽ മാത്രമേ ഒരു സന്തതി അനന്തപുരിക്ക് വരികയുള്ളൂ. അതിന് വേണ്ടിയിട്ട് നിങ്ങളിത് ചെയ്തേ പറ്റൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അഭി പറയുകയാണ്, പറ്റില്ല, എനിക്കിത് മാത്രം ചെയ്യാൻ പറ്റില്ല, ഇതെന്തൊരു അന്ധവിശ്വാസമാണ് നിങ്ങൾക്കിടയിലുള്ളത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അഭി. അപ്പോൾ പൂജാരി പറയുകയാണ്, ഇത് അന്ധവിശ്വാസമൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ ഇതിങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ വളരെ കുറവാണ്. പക്ഷേ എന്നാൽ ഇവിടുത്തെ മൂർത്തി സാറാണെങ്കിൽ തമിഴ്നാട് ഭാഗത്തുള്ള ആളാണ്. അവിടെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ആചാരങ്ങൾ ഒരുപാടായിട്ട് കാണുന്നതാണ്. എന്നാൽ ഇവിടെയും വേൽക്കുത്തും കാവടി എടുപ്പുമൊക്കെ ഇവിടെയും ധാരാളം നടക്കുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഇവരും, അതായത് ജലജ, ഇവരും പറയുന്ന കള്ളങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവരുടെയും നാവിൽ ശൂലം കുത്തേണ്ടതാണ്. പക്ഷേ ഒന്നാമത് ഇതൊരു ദേവീക്ഷേത്രമാണ്, രണ്ടാമത് സ്ത്രീകൾക്ക് ഇത് നിക്ഷിപ്തമല്ല, അതുകൊണ്ടാണ് അത് ഇവർക്ക് വേണ്ടിയിട്ട് ചെയ്യാത്തത് എന്ന് പറയുകയാണ്. എന്തായാലും നിങ്ങളിത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ എന്നിട്ട് പോറ്റി പറയുകയാണ്, പൂജാരി പറയുകയാണ്, അതുകൊണ്ട് തന്നെയാണ് ആദർശിനും നയനയ്ക്കും 2 തവണ വിവാഹം കഴിക്കേണ്ടി വന്നതും. അതൊക്കെ അവിടെയൊക്കെ ഇത് വലിയ അവിടുത്തെ ഒരു വിശ്വാസവും ആചാരവുമാണ്. പക്ഷേ ഇവിടെയാണ് അതൊക്കെ ഇല്ലാത്തത്. പക്ഷേ ഇവിടെ മൂർത്തി സാറ് ആ വിശ്വാസങ്ങളിൽ ഒരുപാട് അടിയുറച്ച് വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് ഇതൊക്കെ ഇവിടെ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ അഭിയോട് നാവ് നീട്ടാൻ പറയുകയാണ്. അഭിക്ക് നാവ് നീട്ടാൻ പറ്റുന്നില്ല. അഭി പറയാണ്, എനിക്ക് പറ്റില്ല, എനിക്ക് ഈ വേദനയൊന്നും സഹിക്കാൻ പറ്റില്ല. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിനല്ലേ, ചെയ്തേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയണം. ഒടുവിൽ അഭി മടിച്ച് ഇങ്ങനെ ഒരു തിരിപ്പിൽ നാക്ക് നീട്ടി കാണിക്കുകയാണ്. പക്ഷേ പറ്റില്ല. പൂജാരി പറയുകയാണ്, നീട്ടിയേ പറ്റുള്ളൂ എന്ന് പറയണം. ഒടുവിൽ എല്ലാവരുടെയും, അപ്പോൾ നമ്മുടെ ദേവയാനി പറയണം, അഭി നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ മോനെ, നീ ഇതൊന്ന് സമ്മതിക്കേ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി അവസാനം നമ്മുടെ അഭി ആ ഒരു കടുങ്കൈക്ക് തയ്യാറാവുകയാണ്. അപ്പോൾ അഭിയുടെ ഒരു അലർച്ചയാണ് കേൾക്കുന്നത്, അതിഘോരമായ ഒരു അലർച്ച. എന്ന് പറഞ്ഞിട്ട് അഭി വലിയ വായിൽ നിലവിളിക്കുകയാണ്. ജലജയാണെങ്കിൽ സങ്കടപ്പെടുകയാണ് ഇത് കണ്ടിട്ട്. അങ്ങനെ നമ്മുടെ അഭിയുടെ നാവിൽ ശൂലം കുത്തി ഇറക്കുന്ന ആ ഒരു ചടങ്ങും കൂടി കഴിയുകയാണ്. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അനന്തപുരിയിലാണ്. എല്ലാവരും അനന്തപുരിയിൽ തന്നെയുണ്ട്. നമ്മുടെ ജലജയാണെങ്കിൽ തലമണ്ടയും പൊത്തിപ്പിടിച്ച് ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ ഒരേ ഇരിപ്പാണ്. തലവേദന എടുത്തിട്ട് പുള്ളിക്കാരത്തേക്ക് അനങ്ങാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ കനക അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. കനക ചെന്നിട്ട് ചോദിക്കുകയാണ്, ആഹാ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണോ, എങ്ങനെ ഉണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ കനകയെ നോക്കി ഇങ്ങനെ നോക്കിയിട്ട് പറയണം, നീ എൻ്റെ മുന്നിലേക്ക് വന്നാലുണ്ടല്ലോ എൻ്റെ പ്രാന്തെടുപ്പിക്കാതെ പൊടി എന്ന് പറയാണ്. ഞാനെങ്ങോട്ട് പോകാനാണ്, ഞാനിവിടെ തന്നെ നിൽക്കുകയുള്ളൂ. പിന്നെ എന്താ നല്ല വേദനയുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. വേദന ഉണ്ടെങ്കിൽ നീ മാറ്റിത്തരൂ. അല്ല, വേദന ഉണ്ടെങ്കിൽ ഞാൻ ബാമിട്ട് തരാം, വിക്സെടുത്തുകൊണ്ട് വരട്ടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് കനക. അപ്പോൾ നമ്മുടെ ജലജ പറയണം, നീ കൂടുതൽ എൻ്റെ അടുത്ത് സംസാരിക്കല്ലേ, എടി നീ മനഃപൂർവ്വമല്ലേ ഇതെടുത്ത് എൻ്റെ തലയിൽ വെച്ച് അടിച്ചു തന്നത്, എനിക്കത് നന്നായിട്ട് അറിയാം നിന്നെ. നീ മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടുന്നത് പോലെ എൻ്റെ കണ്ണിൽ പൊടിയിടാൻ നിൽക്കില്ലേ. അപ്പോൾ ഉടനെ കനക പറയണം, ഓ അങ്ങനെയെങ്കിൽ അങ്ങനെ, എന്തായാലും ഇതൊന്നും അല്ലായിരുന്നു ശരിക്കും തരേണ്ടിയിരുന്നത്. നിൻ്റെ തലയിലെ കുറേ ദുഷിച്ച രക്തം ഇങ്ങനെ കെട്ടിക്കിടപ്പുണ്ട്. ആ രക്തം മുഴുവനും പോകണമെന്നുണ്ടെങ്കിലേ ഒരു ചാക്ക് തേങ്ങ അടിച്ച് പൊട്ടിക്കണം, എന്നിട്ട് ഈ തല ഇങ്ങനെ പൊട്ടിക്കണം, എന്നാൽ മാത്രമേ ആ ദുഷിച്ച രക്തങ്ങളൊക്കെ പുറത്തേക്ക് പോകൂ. ഇതിപ്പോൾ എറി കൊണ്ടുവന്നല്ലാതെ ഈ തലേന്ന് പൊട്ടി ചോരയൊന്നും പോയിട്ടില്ല. ആ നിൻ്റെ ദുഷിച്ച രക്തം മുഴുവനും അവിടെ തന്നെ കെട്ടിക്കിടപ്പുണ്ട് എന്നിങ്ങനെ പറയുകയാണ് കനക. അതേസമയം നമ്മുടെ അഭിയാണെങ്കിൽ മുറിയിൽ ഇങ്ങനെ ആകെ വേദന എടുത്ത് പണ്ടാരടങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ് അഭി. അപ്പോൾ ആ സമയത്ത് നമ്മുടെ നവ്യ അടുത്തുണ്ട്. നവ്യ ചോദിക്കുകയാണ്, അഭി നിനക്കിപ്പോൾ വേദന എങ്ങനെയുണ്ടടാ എന്നിങ്ങനെ ചോദിക്കണം. ഇങ്ങനെ പറയുകയാണ്, ഇങ്ങനെയാണ് സംസാരിക്കുന്നത് നമ്മുടെ അഭി. അപ്പോൾ നവ്യയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. നവ്യ പറയുകയാണ്, ഒന്നും മനസ്സിലാവുന്ന ഭാഷയിൽ പറ, ഇത് എന്തൊരു സംസാരമാണ് നിൻ്റേത്, ഒന്ന് എണീച്ച് പൊടിയെന്നങ്ങടെയൊക്കെയാണ് പറയുന്നത് അഭി. പക്ഷേ നവ്യയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. നവ്യ അഭിയെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അഭി ഉണ്ടല്ലോ നവ്യയോട് ഭയങ്കര കലിപ്പിലാണ്. അങ്ങനെ ഇരിക്കുമ്പം അഭിക്കൊരു കോൾ വരികയാണ്. കോൾ അറ്റൻഡ് ചെയ്യുകയാണ്. പക്ഷേ അഭി അഴകൊഴാന്ന് പറഞ്ഞ് സംസാരിക്കുന്നതുകൊണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ നവ്യ പറയണേ, നീ ആ ഫോണിങ് താ, ഞാൻ സംസാരിക്കട്ടെ എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ട് വഴക്ക് കൊടുക്കുകയാണ് നമ്മുടെ നവ്യയ്ക്ക്. അങ്ങനെ നവ്യ ഉടനെ നവ്യയുടെ ഫോൺ എടുത്തിട്ട് അഭി സംസാരിക്കുന്നതൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ്. എന്നിട്ട് അപ്പോൾ അഭി അങ്ങനെ ചെയ്യരുതെന്നൊക്കെ കൈയൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നവ്യ പറയുകയാണ്, ഇതൊക്കെ എടുക്കണം, ഇതൊന്നും അങ്ങനെ ജീവിതത്തിൽ
എപ്പോഴും കാണാൻ പറ്റുന്ന കാഴ്ചകളൊന്നുമല്ല. ഇതൊക്കെ ഇതുപോലെ വല്ലപ്പോഴും മാത്രം കാണാൻ പറ്റുന്ന കാഴ്ചകളാണ്. അതുകൊണ്ടേ ഇത് വീഡിയോ എടുത്ത് സൂക്ഷിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് എന്നെങ്കിലും ഇത് കാണണമെന്ന് തോന്നുമ്പോൾ ഈ ഒരു മുഹൂർത്തം നമുക്ക് കാണാൻ പറ്റും. നിൻ്റെ ഈ സംസാരം ഉണ്ടല്ലോ അബി, കേൾക്കാൻ നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ നവ്യ നന്നായിട്ട് ചൊറിയാണ് അബിയെ. അതേസമയം നമ്മുടെ നന്ദു ആണെങ്കിൽ ആകെ ടെൻഷനിലാണ്, ആകെ ഇങ്ങനെ വിഷമിച്ചിങ്ങനെ നടക്കുകയാണ്. നമ്മുടെ നന്ദു ഓർക്കുകയാണ്, ഈശ്വര നാളെ രാവിലെ ആണല്ലോ, നാളെ പുലർച്ചയ്ക്കാണല്ലോ ആ നെല്ലുകൾ മുളച്ചോ ഇല്ലയോ എന്ന് നോക്കുന്നത്, നെൽക്കതിരുകൾ മുളച്ചിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ് നമ്മുടെ നന്ദു. അതേ സമയത്ത് നമ്മുടെ നന്ദുവിനെ കോൾ ചെയ്യുകയാണ് നമ്മുടെ അനി വിളിച്ചിട്ട് ചോദിക്കണേ, എന്താ നന്ദു നീ എന്ത് ചെയ്യായിരുന്നു, വിളിച്ചിട്ട് എന്താ എടുക്കാൻ ഇത്ര താമസം എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നന്ദു ചോദിക്കുകയാണ്, അല്ല നീ എന്തിനാ അനി ഇപ്പോൾ ഇങ്ങോട്ട് വിളിച്ചത്? അല്ല നന്ദു, നീ ഉറങ്ങിയോന്നറിയാൻ വേണ്ടി വിളിച്ചതാണ്. ഞാൻ ഉറങ്ങിയാലും ഇല്ലെങ്കിലും നിനക്കെന്താ അനി, എന്തായാലും നിൻ്റെ അനാമികയുടെയും വിവാഹമൊക്കെ ആവാറായില്ലേ, ഇനി നീ എന്തിനാ എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നത്, എന്തിനാ എന്നെ വിളിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അനി പറയുകയാണ്, അത് മറ്റൊന്നുമല്ല നന്ദു, നാളെയാണ് ഇവിടെ വിത്തുകൾ മുളച്ചോ എന്ന് നോക്കുന്നത്. എന്തായാലും അപ്പോൾ ഉടനെ നമ്മുടെ നന്ദു പറയണേ, എന്തായാലും ഞാൻ ആ വിത്തുകളെല്ലാം മുളയ്ക്കാൻ വേണ്ടിയിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കാം, അതായിരിക്കും അവിടെ എല്ലാവർക്കും ഇഷ്ടം, അത് എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കും എന്നിങ്ങനെ പറയാണ്. അപ്പോൾ അനി പറയാണ്, ഒരിക്കലും പ്രാർത്ഥിക്കരുത്, ഞാൻ പ്രാർത്ഥിക്കുന്നത് അത് മുളയ്ക്കരുതേ എന്നാണ്. അതെന്താ അനി നീ അങ്ങനെ പറയുന്നത്? അല്ല, അങ്ങനെ ആകുമ്പോൾ എന്തായാലും ഇവിടെ ആരും പിന്നീട് അനാമികയും ഞാനും തമ്മിലുള്ള വിവാഹം നടക്കാനായിട്ട് ആഗ്രഹിക്കില്ല എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അവരങ്ങനെ അതൊക്കെ അങ്ങ് കഴിയാണ്. അതിനുശേഷം എല്ലാവരും ഇങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുകയാണ്. പൂജാമുറിയിലാണ് നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ നയനയാണ് പൂജകളൊക്കെ ചെയ്യുന്നത്. വിഘ്നേശ്വരൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ പൂജകളൊക്കെ ചെയ്യുകയാണ്. അതേസമയം ദേവയാനി, അതുപോലെ തന്നെ നമ്മുടെ ജാനകി, അതുപോലെ നമ്മുടെ നവ്യ, എല്ലാവരും ഉണ്ട്. അതിനുള്ളിൽ എല്ലാവരും ഉണ്ട്. മുത്തശ്ശിയുണ്ട്, മുത്തശ്ശിനെ മാത്രം കാണിക്കുന്നില്ല. എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ നയന പൂജകളെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ ജലജ മാത്രം സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് അഭി ചെല്ലുകയാണ്. അഭി ചെന്നിട്ട് ചോദിക്കുകയാണ്, അമ്മ എന്താ ഇവിടെ ഇങ്ങോട്ട് മാറി നിൽക്കുന്നത്, അമ്മ എന്താ ഇവിടെ മാറി നിൽക്കുന്നത്, അമ്മ എന്താ പൂജയിലൊന്നും പങ്കെടുക്കുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ജലജ പറയുകയാണ്, അതിലൊക്കെ പങ്കെടുക്കേണ്ട കാര്യം എന്താ, അവസാനം ഒരു ചടങ്ങുണ്ടല്ലോ, ആ വിത്ത് മുളച്ചാന്ന് നോക്കുന്നത്, ആ സമയത്ത് ഞാൻ അങ്ങോട്ട് പ്രത്യക്ഷപ്പെടും, അതിന് മുമ്പായിട്ടേ എനിക്ക് അവിടെ നിന്ന് നിൽക്കണ്ട എന്ന് പറയണം. അപ്പോൾ അഭി പറയുകയാണ്, അമ്മയ്ക്കെന്താ വിത്ത് മുളച്ചോ ഇല്ലയോ എന്നുള്ളതിൽ ഒരു ടെൻഷനും ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജലജ പറയാണ്, എടാ അഭി, ആ വിത്ത് മുളയ്ക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് മുളയ്ക്കില്ല, അതിന് വേണ്ടുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അമ്മ എന്ത് ചെയ്തു എന്നാ, അമ്മ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അല്ല, അമ്മ എന്താ അത് ചെയ്തത്? എടാ, ഞാൻ എന്തോ ഞാൻ ചെയ്യട്ടെ, പക്ഷേ ഞാൻ വിചാരിച്ചെടുത്തേ കാര്യങ്ങൾ എത്തോളൂ. പിന്നെ നിന്നെ ഏൽപ്പിച്ചിരുന്നാലുണ്ടല്ലോ, നിന്നെപ്പോലെ ഒരു മണ്ടനായ ഒരു മകനായതുകൊണ്ട് നിന്നെ ഒന്നും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ കൊള്ളില്ല. നിന്നെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഒടുവിൽ എൻ്റെ തലമണ്ടയിൽ തന്നെയാണ് വന്ന് വീഴുന്നത്. അതുകൊണ്ടേ നിന്നെ ഞാനങ്ങ് വിട്ടു. ഞാനതിൽ നേരിട്ടിടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് എല്ലാം ശുഭമാവും. ഇന്നോടുകൂടി ആ പണക്കാരി പെണ്ണ് അനിയുടെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പൊയ്ക്കോളും. അപ്പോൾ വിത്തുകൾ മുളയ്ക്കാതിരിക്കുമ്പോൾ ആരും അനിയെ പിന്നീട് അവളെ വിവാഹം കഴിക്കാനായിട്ട് പറയില്ല എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ ജലജ പറയുകയാണ്, എന്തായാലും അവൾ ഈ കുടുംബവുമായിട്ട് വളരെയധികം പൊരുത്തപ്പെട്ട് പോകാനുള്ള അത്രയും വലിയ ആസ്തിയുള്ള ഒരു ഫാമിലി പെടുന്ന ഒരു പെണ്ണാണ്. അതുകൊണ്ട് ഇത്രയും വലിയൊരു പെണ്ണ്, ഇത്രയും നല്ലൊരു കുടുംബത്തിൽ നിന്ന്, ഇത്രയും വലിയൊരു ഫാമിലിയിൽ നിന്നൊരു പെൺകുട്ടി ഈ കുടുംബത്തിലേക്ക് വന്ന് അനിയുടെ ജീവിതത്തിലേക്ക് വരണ്ട. അങ്ങനെ അവൾ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ഇപ്പം തന്നെ നമ്മൾ പുറമ്പോക്കുകളാണ്. പിന്നീട് നമുക്ക് ഇവിടെ ഒരു വിലയുണ്ടാവില്ല. നവ്യയും നയനയും അവളുമാരെ പോലെ തന്നെ ഏതെങ്കിലും അഷ്ടിക്ക് വകയില്ലാത്ത ഏതെങ്കിലും കുടുംബത്തിൽ നിന്ന് വരുന്ന ഏതെങ്കിലും ഒരുത്തി മതി അനിയുടെ ജീവിതത്തിലും. ഇനി അവളുടെ അനിയത്തി മൊട്ടച്ചി ഒരുത്തിയുണ്ടല്ലോ, അവളാണ് അവൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതെങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കും എന്ന് പറയണം. അപ്പോൾ അഭി പറയണം, അമ്മ എന്ത് മണ്ടത്തരായി പറയുന്നത്, അവളുമാരെ തന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ പറ്റിയിട്ട് ഒന്നും നടക്കുന്നില്ല. അതിൻ്റെ ഇടയിലാണ് ഇനി അവൾ അനിയത്തിയെ കൂടി ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്. അങ്ങനെ അല്ലടാ അഭി, ഇനി മൊട്ടച്ചിയെ കൂടി ഈ കുടുംബത്തിലേക്ക് വരികയാണെങ്കിലുണ്ടല്ലോ, എല്ലാ കുറ്റവും കനകയുടെ തലയിലേക്ക് ഇട്ട് കൊടുക്കാം.
അവൾ രണ്ടുപേരെയും പിരികേറ്റി രണ്ടുപേരെയും അടുപ്പിച്ചതാണെന്നൊക്കെ നമുക്ക് വരുത്തി തീർത്തൂടെ? കനകയ്ക്ക് പിന്നെ ഈ കുടുംബത്തേക്ക് കാലെടുത്ത് കുത്താൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അമ്മയും മോനും കൂടി ഇങ്ങനെ വലിയ രീതിയിൽ ഇങ്ങനെ പദ്ധതികളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നെൽക്കതിരുകളൊക്കെ മുളച്ചോ ഇല്ലയോ എന്നൊക്കെ നോക്കാനുള്ള സമയമായിരിക്കുകയാണ്. ആ സമയത്തിന് നമ്മുടെ ജലജയും മകനും അതിനുള്ളിലേക്ക് ഇരച്ചു കയറി വരികയാണ്. അപ്പോൾ ആ സമയത്തിന് മുത്തശ്ശി പറയാണ്, മോളെ നയനെ, ഇനി ആ നെൽക്കതിരൊക്കെ മുളച്ചോ എന്ന് നോക്ക്. അപ്പോഴും എല്ലാവരും കണ്ണടച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുകയാണ്, ഒരേ മനസ്സോടു കൂടി നിൽക്കുകയാണ്. എന്നാൽ അനിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ദേവയാനി ചോദിക്കുകയാണ്, അനി, ഇത്രയും ദിവസം നിനക്ക് വിവാഹമൊന്നും വേണ്ടെന്ന് പറഞ്ഞെങ്കിലും നെൽക്കതിര് മുളച്ചോ എന്ന് നോക്കാൻ നേരത്ത് നിനക്ക് ഇത്ര സന്തോഷമുണ്ടല്ലോ, അപ്പോൾ നീ മനസ്സിൽ നന്നായിട്ടെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അനി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, എന്തായാലും എൻ്റെ അമ്മായി ഇത്രയും നാളിനമ്മച്ച് അവർ ഏറ്റവും നല്ലൊരു കാര്യം ചെയ്യുന്നത് ഇപ്പോഴാണ്. ആരും അറിയാതെ എന്തെല്ലാം കള്ളത്തരങ്ങൾ അവരിപ്പോൾ കാണിച്ചിട്ടുണ്ടാവും. എന്തായാലും ഇതെനിക്ക് ഉപകാരപ്പെടും, എന്തായാലും വിത്ത് മുളയ്ക്കില്ല എന്ന് പറഞ്ഞിട്ട് അനി നിൽക്കുകയാണ്. അതേസമയം ജലജയും മനസ്സിൽ വിചാരിക്കുകയാണ്, എന്തായാലും ഇന്ന് എല്ലാവരുടെയും കണ്ണുകൾ കലങ്ങും, ഇന്ന് നെൽക്കതിര് ഒരെണ്ണം പോലും മുളയ്ക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജലജയും ഇരിക്കുകയാണ്. അതേസമയം നമ്മുടെ അഭി മനസ്സിൽ വിചാരിക്കണം, എല്ലാം തന്നെ സന്തോഷമൊക്കെ ഇപ്പോൾ തീർന്നോളും, വിത്ത് ഒരെണ്ണം പോലും മുളയ്ക്കില്ല, അതിന് വേണ്ടുന്നതൊക്കെ എൻ്റെ അമ്മ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിരിക്കുകയാണ്. മുത്തശ്ശി എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജാനകി ചോദിക്കുകയാണ്, നമ്മുടെ ജലജയോട് ചോദിക്കുകയാണ്, എന്താ ജലജേ, നിനക്ക് ഭയങ്കര സന്തോഷമുണ്ടല്ലോ, നിൻ്റെ മനസ്സിലെന്താ ഇനി വിത്ത് മുളയ്ക്കില്ലെന്ന് അങ്ങനെ വല്ല ഇതും ഉണ്ടോ നിൻ്റെ മനസ്സിൽ? അതിന് വേണ്ടിയിട്ട് നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ജലജ പറയണേ, അതെന്താ ജാനകി നീ അങ്ങനെയൊക്കെ പറയുന്നത്, ഞാനെന്ത് ചെയ്യാനാണ് എന്നിങ്ങനെ ചോദിക്കണം. അല്ല, ഞാൻ വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ മുത്തശ്ശി പറയണം, ജാനകി അങ്ങനെ പറഞ്ഞെങ്കിൽ എന്താ തെറ്റ്, നീ അതിനും മടിക്കില്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും അതിനുശേഷം ഇങ്ങനെ എനിക്ക് തോന്നുന്നു ജലജ അവിടെ എന്തെങ്കിലും കൃത്രിമം കാണിക്കാൻ വന്നത് നമ്മുടെ ജാനകി കണ്ടിട്ടുണ്ടാവും. ജാനകി ഒരുപക്ഷെ വിത്തുകൾ മാറ്റിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സംസാരം വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു. എന്തായാലും അതൊക്കെ ഇനി വരുന്ന എപ്പിസോഡുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനിയിപ്പോൾ എന്തായാലും ഇതിലേക്ക് പോവാം. അങ്ങനെ നമ്മുടെ വിത്ത് മുളച്ചോ എന്ന് നോക്കാനായിട്ട് നമ്മുടെ നയനെ മൂടി വലിച്ചിങ്ങനെ തുറക്കുമ്പോൾ നമ്മുടെ നയനയുടെ കണ്ണിങ്ങനെ ഞെട്ടിപ്പോവുകയാണ്. എന്താ പറയുന്നത്, വിത്തുകളെല്ലാം മുളച്ചിരിക്കുകയാണ്. നെൽക്കതിര് ഇത്രച്ച് നീളമുള്ള നെൽക്കതിരുകൾ അതിനുള്ളിലേക്ക്, നെൽക്കതിരുകളല്ല തൈച്ചെടികൾ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്, കുരുത്ത് നിൽക്കുകയാണ് ഇത്രയും നീളത്തിനുള്ള. അപ്പോഴത്തേക്ക് അത് കാണുമ്പോൾ, ആ കാഴ്ച കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. 500-ൻ്റെ ബൾബിട്ട കണക്ക് എല്ലാവരുടെയും മുഖം ഭയങ്കര സന്തോഷം കൊണ്ട് വിടർന്നിരിക്കുകയാണ്. ജലജയുടെ മുഖം മാത്രം അത് കാണുമ്പോഴത്തേക്ക് ആകെ കരിവാളിച്ചിരിക്കുകയാണ്. അതിനപ്പുറം കരിവാളിച്ച് കരിയോയിൽ തേച്ച അവസ്ഥയിലിരിക്കുകയാണ് നമ്മുടെ അനിയുടെ മുഖം. ഇത് കണ്ടിട്ട് അനി പൂജാമുറിയിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോവുകയാണ്. അങ്ങനെ നമ്മുടെ നയന അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, എന്താ അനി, എന്താ നിൻ്റെ മുഖം പെട്ടെന്ന് ഇങ്ങനെ ഒരു വല്ലാണ്ടായത്, നീ നല്ല സന്തോഷത്തിലായിരുന്നല്ലോ, വിത്ത് മുളച്ചു എന്ന് നോക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നീ നല്ല സന്തോഷത്തിലായിരുന്നല്ലോ, ഇപ്പം എന്ത് പറ്റി, നിൻ്റെ മുഖം പെട്ടെന്ന് ഇങ്ങനെ ആവാനുള്ള കാരണം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അനിക്ക് പറയാൻ മറുപടിയൊന്നുമില്ല. എന്താ, നിനക്കൊരു സന്തോഷവും ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ അനി പറയണേ, അങ്ങനെയൊന്നുമില്ല ഏട്ടത്തി, എനിക്ക് സന്തോഷക്കുറവൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പക്ഷേ നയനയ്ക്ക് മനസ്സിലുണ്ട്, അല്ല അനിക്ക് സന്തോഷമായിട്ടില്ല എന്നുള്ള കാര്യം നമ്മുടെ നയനയ്ക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതോടുകൂടി എപ്പിസോഡ് തീരുകയാണ്. ഇന്നത്തെ പത്തരമാറ്റ് സീരിയലിൻ്റെ എപ്പിസോഡ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഒരു അടിപൊളി എപ്പിസോഡായിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഈ അടിപൊളി എപ്പിസോഡ് നിങ്ങൾക്ക് തന്നതിന് നിങ്ങൾ എനിക്ക് ഒരു ലൈക്ക് തരിക. ഇഷ്ടമായെങ്കിൽ മതി, വീഡിയോ ഇഷ്ടമായവർ മാത്രം ലൈക്ക് തരിക, ഇഷ്ടമല്ലാത്തവർ ഡിസ്ലൈക്ക് തന്നോളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തോളൂ. നിങ്ങളെ കമൻറ്റാണ് എനിക്ക് വീണ്ടും വീഡിയോകൾ ചെയ്യാനുള്ള ഊർജ്ജം നൽകുന്നത്. അതുകൊണ്ട് തീർച്ചയായും കമൻറ്റ് ചെയ്തേക്കണം. അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. രണ്ടും ഞാൻ ഒരുപോലെ സ്വീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്ത് ചെയ്തില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം, എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് വീണ്ടും കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.